ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ കീസാണ് അല്ലേ. നമ്മൾ പറഞ്ഞു ആ ലാസ്റ്റ് ടോപ്പിക്കും കൂടിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ എല്ലാ കണ്ടന്റുകളും നമുക്ക് കിട്ടും. ഓക്കെ, ഇനി കീസ് കൊണ്ട് നമുക്ക് പഠിക്കാം. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ കീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ആട്രിബ്യൂട്ട് or a collection of attributes that uniquely identifies each record in a table. ഇതിൽ ഞാൻ കുറേ ടേംസ് പറഞ്ഞു അല്ലേ, റെക്കോർഡ്സ്, ആട്രിബ്യൂട്ട്സ്. എന്തെങ്കിലും മനസ്സിലായോ നിങ്ങൾക്ക്? കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഓരോ ടേം ഉണ്ടെന്ന് അല്ലേ. ഓരോ ഈ DBMSൽ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കോളം അല്ലേ. ടേബിളിലെ കോളത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. റെക്കോർഡ്സ് എന്താ? ഞാൻ പറയാണ്, ടപ്പിൾ. ഈച്ച് ടപ്പിൾ ഇൻ എ ടേബിൾ എന്ന് പറയുന്നത് എന്താ? റോസ്. ടേബിളിലെ റോസ്, അതാണ് എന്തെന്ന് പറയുന്നത്? ടപ്പിൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റെക്കോർഡ്. റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഡാറ്റയിൽ പഠിക്കുമ്പോൾ ഫയൽ, റെക്കോർഡ്, ഡാറ്റാസിൽ നമ്മൾ എന്താ ഫീൽഡ്, റെക്കോർഡ്, ഫയൽ എന്ന് പറഞ്ഞ 3 കാറ്റഗറൈസ് ആയിട്ട് പഠിച്ചിട്ടില്ലേ? അതിൽ റെക്കോർഡ് എന്ന് പറയുന്നത് സെയിം ആണ് അല്ലേ, റോസ് ആണ്. അപ്പോൾ ഈ റോസ്, ടപ്പിൾ എന്നൊക്കെ പറയുന്നത് എന്താണ്? സെയിം ആണ്. അതുകൊണ്ട് പല ടേമുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പല ടേമുകൾ വരുമ്പോൾ നിങ്ങൾ അതൊന്ന് കേച്ച് ചെയ്യണം. ടപ്പിൾ എന്ന് പറയുന്നത് റോസും, ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് കോളമും, ഡിഗ്രി എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളമും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായി കണക്ട് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിൽ കയറി വരണം. ഓക്കെ, ആ കീസ് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്, അതായത് നമ്പർ ഓഫ് കോളംസ് ദാറ്റ് യൂണിക്കലി ഐഡൻറ്റിഫൈ ഈച്ച് റെക്കോർഡ്സ്. അതായത് ഓരോ റോസും എന്താ യൂണിക്കലി ഐഡൻറ്റിഫൈ ആണോ എന്നുള്ളത് നമുക്ക് ഓരോ കീനെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കാൻഡിഡേറ്റ് കീ എന്താണ്, അതുപോലെ പ്രൈമറി കീ എന്താണ്, അതുപോലെ തന്നെ ഓൾട്ടർനേറ്റ് കീ, ഫോറിൻ കീ, സൂപ്പർ കീ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് കാൻഡിഡേറ്റ് കീ. എന്താണ് കാൻഡിഡേറ്റ് കീ? ദ കോളം ഓർ ആട്രിബ്യൂട്ട് സെറ്റ് ഓഫ് കോളം ദാറ്റ് യൂണിക്കലി ഐഡൻറ്റിഫൈ ഈച്ച് റെക്കോർഡ്സ് ഇൻ എ ടേബിൾ. കാൻഡിഡേറ്റ് കീയിൽ പറയുന്നത് എന്താണ്? കോളം ഒരു സെറ്റ് ഓഫ് കോളം ദാറ്റ് യൂണിക്കലി ഐഡൻറ്റിഫൈ ഈച്ച് റെക്കോർഡ്സ് ഇൻ എ ടേബിൾ. ഒരു ടേബിളിൽ ഒന്നിൽ കൂടുതൽ കാൻഡിഡേറ്റ് കീ ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രൈമറി കീ. എന്താ പ്രൈമറി കീ എന്ന് പറയുന്നത്? ഒരു റെക്കോർഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ മാറ്റിവെച്ചിരിക്കുന്ന കാൻഡിഡേറ്റ് കീ ആണ് എന്ത് പറയുന്നത്? ഒരു റെക്കോർഡ്, അതായത് ഒരു റോനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നതാണ് എന്ത്? കാൻഡിഡേറ്റ് കീ. ഇത് കൂടുതലായിട്ട് ഇപ്പോൾ നമുക്ക് കുറേ കീസുകൾ ഇങ്ങനെ പഠിക്കുന്നുണ്ട് തിയറി ആയിട്ട് അല്ലേ. ഇത് നമുക്ക് എന്താണ് നമ്മൾ പ്രോഗ്രാമിൽ വരുമ്പോഴാണ് നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് എന്തിനാണ് പ്രൈമറി കീ യൂസ് ചെയ്യുന്നതൊക്കെ മനസ്സിലാവുള്ളൂ. ഓക്കെ, ജസ്റ്റ് നമ്മൾ തിയറിറ്റിക്കലായിട്ട് നിങ്ങളിത് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഒരു ടേബിളിൽ ഒരു പ്രൈമറി കീ ആണ് ഉണ്ടാവുക കേട്ടോ. 1. ദെൻ ഓൾട്ടർനേറ്റ് കീ. ഓൾട്ടർനേറ്റ് കീ എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് കീ അല്ലാത്ത പ്രൈമറി കീ ആണ് എന്തെന്ന് പറയുന്നത്? ഓൾട്ടർനേറ്റ് കീ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഫോറിൻ കീ. എന്താ ഫോറിൻ കീ എന്ന് പറയുന്നത്? ഫോറിൻ കീയുടെ വേറൊരു പേരാണ് റെഫറൻസ് കീ. ഫോറിൻ കീനെ മറ്റൊരു പേരാണ് എന്ന് പറയുന്നത് റെഫറൻസ് കീ എന്ന് പറയുന്നത്. 1 or more, അതായത് ഒന്നിൽ കൂടുതൽ ടേബിളിനെ കണക്ട് ചെയ്യുന്ന ഒരു കീ ആണ് എന്തെന്ന് പറയുന്നത്? റെഫറൻസ് കീ അല്ലെങ്കിൽ ഫോറിൻ കീ എന്ന് പറയുന്നത്. കിട്ടി? ലാസ്റ്റ് വൺ ഈസ് സൂപ്പർ കീ. എന്താണ് സൂപ്പർ കീ എന്ന് പറയുന്നത്? 2 റെക്കോർഡുകൾ ഒരുപോലെ വരാൻ അനുവദിക്കാത്ത കളക്ഷൻ്റെ എന്തിൻ്റെ കളക്ഷനാണ്? ഒരു കോളത്തിൻ്റെ കളക്ഷനാണ് എന്തെന്ന് പറയുന്നത്? സൂപ്പർ കീ എന്ന് പറയുന്നത്. 2 റെക്കോർഡുകൾ സെയിം ആവാത്ത വിധം കോളത്തിൻ്റെ കളക്ഷൻ ഉണ്ടായിരിക്കില്ലേ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സൂപ്പർ കീ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അങ്ങനെ 5 കീസാണ് ഉള്ളത്. എന്തൊക്കെയാണ്? കാൻഡിഡേറ്റ് കീ, പ്രൈമറി കീ, ഓൾട്ടർനേറ്റ് കീ ആൻഡ് ഫോറിൻ കീ. ദ ലാസ്റ്റ് വൺ ഈസ് സൂപ്പർ കീ. സൂപ്പർ കീ അങ്ങനെ ടെക്സ്റ്റിലൊന്നുമില്ല, എങ്കിലും പഠിച്ചിരിക്കണം, നല്ലത് തന്നെ കേട്ടോ. അങ്ങനെ 5 ടൈപ്സ് ഓഫ് കീസാണ് DBMSലുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റിലേഷണൽ ഓൾജിബ്ര. ലാസ്റ്റ് ടോപ്പിക്കാണ് DBMSലെ ലാസ്റ്റ് ടോപ്പിക്കാണ് റിലേഷണൽ ഓൾജിബ്ര. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് റിലേഷണൽ ഓൾജിബ്ര എന്ന് പറയുന്നത്. റിലേഷണൽ ഓൾജിബ്ര ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഓപ്പറേഷൻ യൂസ്ഡ് ടു മാനിപ്പുലേറ്റ് ടേബിൾ കണ്ടന്റ്. അതായത് നമ്മളൊരു റിലേഷൻ ഇൻപുട്ട് ചെയ്തിട്ട് നമുക്ക് റിലേഷൻ ഔട്ട്പുട്ട് കിട്ടാൻ കുറേ ഓപ്പറേഷൻസ് ഒക്കെ നടത്തണം അല്ലേ, ന്യൂ റിലേഷനാക്കി മാറ്റിയെടുക്കാൻ.
അതാണ് എന്തെന്ന് പറയുന്നത്. അതൊക്കെയാണ് ഏതിലടങ്ങിയിരിക്കുന്നത്? റിലേഷണൽ ഓൾജിബ്രയിൽ പറയുന്നത്. അങ്ങനെ കുറേ റിലേഷണൽ ഓൾജിബ്രയിൽ കുറേ ഓപ്പറേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ സാധാ പോലെ പറയുകയാണെങ്കിൽ പ്ലസ് മൈനസ് ഒക്കെ നമ്മൾ പഠിച്ചു വന്നിട്ടില്ലേ, അതുപോലെ ഈ DBMSൽ ഡാറ്റനെ എങ്ങനെയൊക്കെയാണ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുക, കളക്ഷൻ ഓഫ് ഓപ്പറേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് എന്ത് പറയുന്നത്? റിലേഷണൽ ഓൾജിബ്രയിൽ പറയുന്നത്. ഓക്കെ, അത് ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ എന്തൊക്കെയാണ് ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സെലക്ട് ഓപ്പറേഷൻ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു സിമ്പിൾ എന്ന് പറയുന്നത് സിഗ്മ, കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ദെൻ പ്രൊജക്റ്റ് ഓപ്പറേഷൻ എന്തെന്നാ പറയുക? പൈ, കേട്ടിട്ടില്ലേ? ഈ സിമ്പിളൊക്കെ കേട്ടിട്ടില്ലേ? ഓക്കെ, പ്രൊജക്റ്റ് ഓപ്പറേഷനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു സിമ്പിളാണ് പൈ എന്ന് പറയുന്നത്. യൂണിയൻ ഓപ്പറേഷൻ ആണെങ്കിലോ യു. ഓക്കെ, ഇന്റർസെക്ഷൻ ഓപ്പറേഷൻ ദിസ്. ആൻഡ് സെറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് മൈനസ്. ദെൻ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, മനസ്സിലായില്ലേ? അങ്ങനെ കുറച്ച് ഓപ്പറേഷൻസ് ആണ് ഇപ്പോൾ പറയേണ്ടത്. സെലക്ട് ഓപ്പറേഷൻ, പ്രൊജക്റ്റ് ഓപ്പറേഷൻ, യൂണിയൻ ഓപ്പറേഷൻ, ഇന്റർസെക്ഷൻ ഓപ്പറേഷൻ, സെറ്റ് ഡിഫറൻസ് ഓപ്പറേഷൻ, ദ ലാസ്റ്റ് വൺ ഈസ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓപ്പറേഷൻ. ഈസിയാണത് പഠിക്കാൻ, പക്ഷെ നന്നായി ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സെലക്ട് ഓപ്പറേഷൻ എന്താണ്? സെലക്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ടേബിളിലെ ടപ്പിൾ ഒരു റോസിനെ സെലക്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? സെലക്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ഒരു ടേബിളിലെ റോനെ സെലക്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? സെലക്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു ജനറൽ ഫോർമാറ്റ് ഉണ്ട്. ഓക്കെ, സിഗ്മ, കണ്ടീഷൻ, ദെൻ റിലേഷൻ. ഇതാണ് എന്ത്? സെലക്ട് ഓപ്പറേഷൻ്റെ ഒരു ജനറൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഇനി എനിക്ക് കിട്ടേണ്ടത് മാർക്ക് 45 ആയ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് എനിക്ക് കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പറയാം? സിഗ്മ മാർക്ക് ഈക്വൽ ടു 45. ഓക്കെ, ദെൻ ഇവിടെ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു റിലേഷനിലാണെങ്കിൽ എന്താണ് ഇവിടെ കൊടുക്കേണ്ടത്? സ്റ്റുഡൻറ്റ്. ഇത് കണ്ട എങ്ങനെയാണ് മനസ്സിലാവേണ്ടത്? ഈ റോ സെലക്ട് ചെയ്യണം, അങ്ങനെയല്ലേ? സിഗ്മ വന്ന എന്താണ്? സെലക്ട് ഓപ്പറേഷൻ ആണെന്ന് അറിയാലോ. അതായത് മാർക്ക് 45 ആയ സ്റ്റുഡൻറ്റിൻ്റെ റോ നമ്മൾക്ക് സെലക്ട് ചെയ്യണം എന്നാണ് ഇതിൽ പറയണത്, ഇവിടെ പറയണത്. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി അടുത്തതെന്ന് പറഞ്ഞത് പ്രൊജക്റ്റ് ഓപ്പറേഷൻ്റെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ നമ്മൾ പൈ ആന്ന് പറഞ്ഞു അല്ലേ? ശ്രദ്ധിക്കുക, ഇത് റോ ആണ് സെലക്ട് ചെയ്യേണ്ടെങ്കിൽ അടുത്തത് ടേബിളിൻ്റെ കോളമാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഞാനിങ്ങനെ പറഞ്ഞു പൈ മാർക്ക് 45 ഓർ ഏതെങ്കിലും മാർക്കുകൾ പറയാം കേട്ടോ, മാർക്ക് 40 എക്സെട്ര. ദെൻ സ്റ്റുഡൻറ്റ്. ഇങ്ങനെ ഒരു ഫോമിലാണ് ഞാൻ എഴുതിയതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? കോളം, ഒരു ടേബിൾ, സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു റിലേഷൻ ഓർ ടേബിൾ, ആ ടേബിളിലെ കോളത്തിന് എനിക്ക് സെലക്ട് ചെയ്യണം. അതിനെയാണ് പ്രൊജക്റ്റ് ഓപ്പറേഷനിൽ പറയുന്നത്. മനസ്സിലായോ? അതായത് പൈ മാർക്ക് ഈക്വൽ ടു 45 ദെൻ സ്റ്റുഡൻറ്റ്. കിട്ടിയോ? അപ്പോൾ ഇത് സിമ്പിളാണല്ലോ, പിന്നെ പ്രത്യേകിച്ച് ഇനി പറഞ്ഞ് കൂട്ടേണ്ട ആവശ്യമില്ല. അടുത്തതാണ് യൂണിയൻ ഓപ്പറേഷൻ. യൂണിയൻ ഓപ്പറേഷൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതിൽ എഴുതാൻ പോവാണ്. എ എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ട്, അതുപോലെ ബി എന്ന് പറയുന്ന ഒരു ടേബിളുണ്ട്. ഇതുപോലെ തന്നെ അഡ്മിഷൻ നമ്പർ, മാർക്ക്. ഓക്കെ, അഡ്മിഷൻ നമ്പർ, മാർക്ക്. ഓക്കെ, ഇനി ഇവർ NSSലുള്ള ആൾക്കാരാണെന്ന് വിചാരിക്കുക. ഈ എ എന്ന് പറയുന്ന ടേബിൾ NSSലാണ്, ബി എന്ന് പറയുന്നത് NCCയിലുള്ളതാണ്. ഓക്കെ, അഡ്മിഷൻ നമ്പർ ഞാൻ 101
മാർക്ക് 40 കൊടുത്തു. ദെൻ 102 45, 103 40. ഓക്കെ, ഇനി അഡ്മിഷൻ ബി എന്ന് പറയുന്ന ഒരു ടേബിളിലുള്ളത് 102 45. ഓക്കെ, ദെൻ 104 50. ഇനി യൂണിയൻ ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യാൻ എങ്ങനെയാണ് യൂണിയൻ ഓപ്പറേഷൻ പറയാം? എ യൂണിയൻ ബി. കറക്റ്റ് അല്ലേ? യൂണിയൻ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എയിലുള്ളത് NSSലുള്ളതും NCCയിലുള്ളതും ഒന്ന് ആലോചിച്ച് നോക്കാം നിങ്ങൾ. NSSൽ കുറേ പേരുണ്ട്, ഒരു 10 പേര് NSSലുണ്ട്. ആ NSSലുള്ള കുറച്ച് പേരൊക്കെ NCCയിലും ഉണ്ടായിരിക്കും, ശരിയല്ലേ? പക്ഷെ നമ്മൾ ടോട്ടൽ NSSലും NCCയിലും ടോട്ടൽ എത്രയാണെന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കണക്ക് കൂട്ടാം? ഈ NSSലും NCCയിലുള്ള കുട്ടികളുടെ ലിസ്റ്റ് അല്ലെങ്കിൽ ഡാറ്റാസ് മുഴുവൻ നമ്മൾ എടുത്തിട്ട് ഒരു ടേബിളാക്കി ക്രിയേറ്റ് ചെയ്യില്ലേ? ആ ഒരു മെത്തേഡ് മാത്രം ആലോചിക്കുക. യൂണിയൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എ എന്നും ബി എന്നും പറയുന്ന 2 ടേബിൾ ഉണ്ട്. ആ ടേബിൾ നമ്മൾ യൂണിയൻ വെച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം? മാനിപ്പുലേറ്റ് ഉള്ള ഒരു ടേബിൾ കണ്ടന്റ് ആക്കി മാറ്റണം. ഓക്കെ, അതെങ്ങനെയാണ്? അഡ്മിഷൻ നമ്പർ, മാർക്ക് ഏതൊക്കെ വരും? 101 40, 102 103, then 104 45 40 50. ഇനി വീണ്ടും 102 എന്ന് പറയുന്നത് ഇവിടെ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് അവിടെ എഴുതണ്ടെന്ന് പറയുന്നത്? യൂണിയൻ എന്ന് പറയുന്നത് മാക്സിമം നമ്പേഴ്സാണ് പറയുന്നത്, അത്രയും മതി. റിപ്പീറ്റേഷൻ വേണോ? റിപ്പീറ്റ് ചെയ്ത് എഴുതണോ? അതിൻ്റെ ആവശ്യമില്ല അല്ലേ? അപ്പോൾ അത് എവിടെ എഴുതുകൊണ്ട് എഴുതുന്നതാണ് എന്ത്? യൂണിയൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? ഇനി അടുത്തതാണ് എന്ത്? ഇൻ്റർസെക്ഷൻ ഓപ്പറേഷൻ. എന്താ ഇൻ്റർസെക്ഷൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ? ഇൻ്റർസെക്ഷൻ നമുക്കറിയാം എന്ത്? അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ചിഹ്നമാണ് അല്ലേ? ഞാൻ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതി, എ ഇൻ്റർസെക്ഷൻ ബി എഴുതി. എങ്ങനെയാണ് ടേബിൾ വരയ്ക്കുക? ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ 2 എയും ബിയിലും സെയിം ആയി വരുന്നത് ഏതൊക്കെയാണ്? 101 ഇവിടെ ഉണ്ടോ? ഈ ബി എന്ന് പറയുന്നതിലുണ്ടോ? ഇല്ല. 102 ഉണ്ടോ? ഉണ്ട്. 103 ഉണ്ടോ? അവിടെ ഇല്ല. അപ്പോൾ ആകെ കൂടി സെയിം ആയിട്ട് വന്നിട്ടുള്ളത്, ഇൻ്റർസെക്ട് ചെയ്ത് വന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? ഒരെണ്ണേ ഉള്ളൂ അല്ലേ? 102. അപ്പോൾ ഏതാണ് ഇവിടെ കൊടുക്കേണ്ടത്? അഡ്മിഷൻ നമ്പർ, മാർക്കിൽ പറയുന്നത് ഏതാണ്? 102 45. ഓക്കെ, ഈസി അല്ലേ ഇത്? അടുത്തത് പറയുന്നത് സെറ്റ് ഡിഫറൻസ് ആണ്. സെറ്റ് ഡിഫറൻസ് എന്താ? സെറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് പറയാം അല്ലേ? സെറ്റ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു മൈനസ് ആണ് അല്ലേ? എ മൈനസ് ബി, എ മൈനസ് ബി ആണ്. അപ്പോൾ ഞാനൊരു ടേബിൾ വരച്ചു. ഈ സെറ്റ് ഡിഫറൻസിൽ പറയുന്നത് സെറ്റ് ഡിഫറൻസ്, ഇത് ബി അല്ല സി ആണ്, ഇത് ഡി ആണ്, ഇ ഈസ് സെറ്റ് ഡിഫറൻസ്. സെറ്റ് ഡിഫറൻസ് എങ്ങനെയൊക്കെ എഴുതാം? എ മൈനസ് ബി എന്ന് എഴുതാം, അതുപോലെ ബി മൈനസ് എ എന്ന് എഴുതാം. എങ്ങനെ മനസ്സിലായത്? അതായത് എയിലുള്ളത് എയും ബിയും കമ്പയർ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഇതിൽ ഇല്ലാത്തത് ഏതൊക്കെയാണ് എയിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേബിളാണ് ഇവിടെ കൊടുക്കേണ്ടത്. ബി മൈനസ് എ എന്ന് പറയുന്നത് എന്താ? എയിൽ ഇല്ലാത്ത ബിയിൽ ഉള്ള കണ്ടന്റുകളാണ് ബി മൈനസ് എയിൽ കൊടുക്കേണ്ടത്. ഓക്കെ, ആദ്യം എ മൈനസ് ബി നമുക്ക് എങ്ങനെ എഴുതണേന്ന് നോക്കാം. അഡ്മിഷൻ നമ്പർ, മാർക്ക്. ഓക്കെ, എ മൈനസ് ബി അല്ലേ നമ്മൾ പറയുന്നത്? എ മൈനസ് ബി. ഓക്കെ, ഈ 102 102 ബിയിലുണ്ടല്ലോ. അപ്പോൾ ഉടനടി നമുക്ക് എന്തൊക്കെ എഴുതേണ്ടത്? 101ഉം 103 മാത്രം നമ്മളിതിൽ എഴുതിയാൽ മതി. ഓക്കെ, എങ്ങനെയാണെങ്കിൽ ബി മൈനസ് എങ്ങനെയായിരിക്കും? ഇതിൽ നോക്കുകയാണെങ്കിൽ 102 ഏതിലുണ്ട്? എയിലുണ്ട് അല്ലേ? ഇല്ലാത്തത് ഏതാണ്? 104 ആണ്. അപ്പോൾ ഇവിടെ 104 50. ഇതാണ് സെറ്റ് ഡിഫറൻസ് ഓപ്പറേഷൻ. കിട്ടിയോ? അപ്പോൾ ഏതൊക്കെ നമ്മളിപ്പോൾ പഠിച്ചത്?
ഏതാ പഠിച്ചത്? നമ്മൾ ആദ്യം പഠിച്ചത് സെലക്ട് ഓപ്പറേഷൻ, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മയാണ്. പ്രൊജക്റ്റ് ഓപ്പറേഷൻ പൈ ആണ്. ദെൻ യൂണിയൻ ഓപ്പറേഷൻ ഡിനോട്ട് ചെയ്യുന്നത് യു ആണ് അല്ലേ, യൂണിയൻ. ദെൻ ഇൻ്റർസെക്ഷൻ ആണെങ്കിൽ ഈ ഒരു സിമ്പിളാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ ഡിഫറൻസ് ആകുമ്പോഴോ എ മൈനസ് ബി, ബി മൈനസ് എ എന്നുള്ള രണ്ട് ഡിഫറൻസ് അവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ദ ലാസ്റ്റ് വൺ ഈസ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓപ്പറേഷൻ. നമ്മളിപ്പോൾ പഠിക്കുന്നത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആണ്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓപ്പറേഷൻ. അതിലിപ്പോൾ ഞാനിവിടെ രണ്ട് ടേബിളാണ് കൊടുത്തിരിക്കുന്നത്, ആർ എന്നും എസ് എന്നുള്ളതും. ആർ എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ഐ ഡി, ടീച്ചറിൻ്റെ നെയിം, ദെൻ സെക്കൻഡ് വൺ അഡ്മിഷൻ നമ്പർ, നെയിം, മാർക്ക്. ഇതെങ്ങനെയാണ് ക്രോസ് ആക്കുക? അതായത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ക്രോസ് നമ്മൾ പറഞ്ഞു അല്ലേ. ഇതിൻ്റെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്രോസ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇത് ക്രോസ് അയക്കുക എന്ന് പറയുമ്പോൾ ടീച്ചർ ഐ ഡി 501, ദെൻ ടീച്ചർ നെയിം ജിനി. അതായത് ഈ റോനെ ഈ മൊത്തം റോകളായിട്ട് എന്ത് ചെയ്യണം? കണക്ട് ചെയ്യിപ്പിച്ച് എഴുതണം. അതാണ് ക്രോസ് ഓപ്പറേഷനിൽ പറയുന്നത്, അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓപ്പറേഷനിൽ പറയുന്നത്. പ്രൊഡക്റ്റ് ചെയ്യിപ്പിക്കുക, അതായത് ഒരുമിച്ച് ചെയ്യിപ്പിക്കുക. എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ കിട്ടുക? ഞാൻ ചിലപ്പോൾ ഒരു പുതിയൊരു ടേബിൾ എഴുതുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, ആർ എസ് ടി ആർ ഐ ഡി, ടി നെയും, add number, name, the last one is mark. First one 501 അല്ലേ. ആദ്യത്തെ റോ ഏതാണ്? 501. ഏതാണ്? ജിനി. ഇനി ഏതൊക്കെ ടേബിളിലാണ്, ഏതൊക്കെ റോകളാണ് ക്രോസ് ചെയ്യിപ്പിക്കുന്നത്? 1. ഫസ്റ്റ് വൺ ഏത് റോയാണ്? ഈ റോ അല്ലേ. 101 A 50. നെക്സ്റ്റ് ഈ 501 തന്നെ, അതായത് ഈ റോ തന്നെ വീണ്ടും ഈ റോ ആയിട്ട് കണക്ട് ചെയ്യുന്നു. 501 ജിനി 12 B 40. 501 ജിനി 103 C 45. ദ നെക്സ്റ്റ് ഈസ് ഏതാണ്? അടുത്ത ഐ ഡി എന്ന് പറയുന്നത് 502 ആണ് അല്ലേ. 502 എടുത്തു. 502 ദെൻ മിഥു, വീണ്ടും ക്രോസ് അയക്കുക. 101 A 50. 502 മിഥു 102 B 40. The last one 502 മിഥു 103 C 45. ഓക്കെ, ഇപ്പം ഈ ഇൻപുട്ടുകളൊക്കെ വെച്ചിട്ട് നമ്മളൊരു കളക്ഷൻ ഓഫ് ഓപ്പറേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു ന്യൂ റിലേഷൻ ആക്കിയിട്ട് മാറ്റണം. അതൊക്കെയാണ് ഇതിൽ പറഞ്ഞത്, ഓൾജിബ്ര, റിലേഷണൽ ഓൾജിബ്രയിൽ പറഞ്ഞത്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഒന്നും കൂടി ഞാനൊന്ന് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് സെലക്ട് ഓപ്പറേഷൻ സിഗ്മ, സെലക്ട് നമ്പർ ഓഫ് റോസ് ഇൻ എ റിലേഷൻ. ദെൻ പ്രൊജക്റ്റ് ഓപ്പറേഷൻ പൈ, സെലക്ട് number of columns in a relation. Then next is union. Union means denote ചെയ്യുന്നത് എങ്ങനെയാ? യു അല്ലേ. യു വെച്ചിട്ടല്ലേ ഡിനോട്ട് ചെയ്യുന്നത്? മാക്സിമം നമ്പേഴ്സ് എത്രയുണ്ടോ, എത്ര ഡാറ്റാസ് ഉണ്ടോ അതിനെ കളക്ട് ചെയ്തിട്ട് ഒരു പുതിയ ന്യൂ റിലേഷൻ ഉണ്ടാക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് സെയിം ആയി വരുന്നത് ഏതൊക്കെയാണോ അത്. ദെൻ സെറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്ന് എ മൈനസ് ബി ആയിരിക്കും, ബി മൈനസ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താ? രണ്ട് ടേബിൾ എടുത്തിട്ട് നിങ്ങൾ അതിനെ കമ്പയർ ചെയ്തുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എപ്പോഴും ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, എ മൈനസ് ബി, ബി മൈനസ് എ വെച്ചിട്ട് ഏത് ടേബിളിലാണോ ഇല്ലാത്തത്, അതായത് എയിലുള്ള കണ്ടന്റ് ബിയിൽ ഇല്ലാത്തത് ഏതൊക്കെയാണോ അതിങ്ങനെ എഴുതുക. അങ്ങനെയൊക്കെയാണ് സെറ്റ് ഡിഫറൻസിൽ പറഞ്ഞത്. ലാസ്റ്റ് വൺ ഈസ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ഈസി ആയിട്ട് പറഞ്ഞു അല്ലേ. ആർ എന്ന് പറയുന്നതും എസ് എന്ന് പറയുന്ന രണ്ട് ടേബിൾ എടുത്തു. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എങ്ങനെ ചെയ്യണം? ഈ ഒരൊറ്റ റോ എല്ലാ റോ ആയിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇത് NSSലും NCCയിലുള്ള കുട്ടികളുടെ ലിസ്റ്റ് ആണെന്ന് വിചാരിക്കാം. എസ് എന്ന് പറയുന്നത് രണ്ട് ടീച്ചറുണ്ട്, ഒരു NSSൻ്റെ ഒരു NSSൻ്റെ ടീച്ചറുണ്ട്. രണ്ടുപേരും ഇവരുടെ എല്ലാ മാർക്കുകളായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരു റിലേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം? സാധാ പോലെ 501. അപ്പോൾ അങ്ങനെയാ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് അല്ലേ കിട്ടുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ എന്ത്? റിലേഷൻ ഓൾജിബ്ര. ഓക്കെ, ഈ DBMS എന്നുള്ള ചാപ്റ്റർ ഇതോടുകൂടി കഴിയാണ്. ഏറ്റവും സിമ്പിൾ ചാപ്റ്റർ ആണ് അല്ലേ.
അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് പഠിക്കുക. മനസ്സിലാവാത്ത ഭാഗങ്ങളൊക്കെ നല്ല പോലെ ശ്രദ്ധിച്ച് പഠിച്ച് ഇതിനൊരു നോട്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഇനി അടുത്തൊരു ചാപ്റ്ററിലായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.